വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ക്രമക്കേട് നടന്നെങ്കിൽ അന്ന് നേതാക്കൾ എവിടെയെന്നുള്ളതാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അല്ല, അതിനേക്കാളും പ്രസക്തമായ ചോദ്യം ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള വോട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു മോഷണം നടന്നു, ആ മോഷണം നടന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല, എന്തുകൊണ്ട് വൈകി ഉന്നയിക്കുന്നു എന്ന് ചോദിക്കുന്നവരുള്ള അസംബന്ധമാണ് നിർഭാഗ്യവശാൽ എന്റെ സുഹൃത്ത് ശ്രീ കെ സുരേന്ദ്രന്റെ ഈ ചോദ്യം. ഉത്തരേന്ത്യയിൽ നേരത്തെ വെളിപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വോട്ട് കെട്ടാനിടയില്ല ഈ ബൂത്തിൽ എന്ന് കണ്ടാൽ അങ്ങനെയുള്ള ചില ബൂത്തുകളിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ ഗുണ്ടാ വിളയാട്ടങ്ങൾ നടന്നിട്ടുള്ള അനുഭവങ്ങൾ ഉത്തരേന്ത്യയിലെ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുണ്ട്. നിയമം പാലിക്കേണ്ട പോലീസാകട്ടെ അക്രമത്തിലൂടെ വോട്ട് ചെയ്യാനുള്ള അവകാശം യഥാർത്ഥ വോട്ടർമാർക്ക് നിഷേധിക്കുന്ന സംഘപരിവാറിന്റെ കാളികൂളി സംഘത്തിന് സംരക്ഷണം കൊടുക്കുന്ന പണിയാണ് പോലീസ് ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ RSSന്റെ നിയന്ത്രണത്തിലുള്ള BJPയും അവരുടെ കൂട്ടാളികളും തെരഞ്ഞെടുപ്പുകളെ അർത്ഥശൂന്യമാക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാസങ്ങളെടുത്ത് നടത്തിയ സൂക്ഷ്മമായ പഠനത്തിന്റെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഞെട്ടിച്ചതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ അച്ചടി മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് മുഖപ്രസംഗങ്ങൾ എഴുതി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കേണ്ട ഇന്ന കാര്യങ്ങളുണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് BJPക്കും BJP അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്കും ഇഷ്ടമായില്ലെങ്കിൽ പോലും ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ്, ഇന്ത്യൻ ഭരണഘടനാപരമായിട്ടൊരു ഉത്തരവാദിത്വമാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. അദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, ചോദ്യങ്ങൾ, അതിന് മറുപടി പറയാതെ നിങ്ങൾ അഫിഡവിറ്റ് പ്രമാണപത്രം എഴുതി ഒപ്പിട്ട് നൽകൂ തുടങ്ങിയ ആവശ്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല സ്റ്റേറ്റുകളിലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലായിരുന്നു. അപ്പോൾ അവിടെ ഡെക്കാൻ ക്രോണിക്കിൾ പോലുള്ളൊരു പത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസും ദ ഹിന്ദുവും നേരത്തെ മുഖപ്രസംഗം എഴുതി. മറ്റു പത്രങ്ങളും ഏതാനും ദൃശ്യമാധ്യമങ്ങളും ഇത് വളരെ ഗൌരവമുള്ള ഒരു പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. അതിന് മേൽനോട്ടം വഹിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അവർ അവരുടെ നേരെ ഉന്നയിക്കപ്പെട്ടുള്ള ആരോപണങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കാതെ അവർക്ക് വിശ്വാസ്യതയില്ല. ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത സ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യയിലെ സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചു. അത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു സമിതി വേണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ. ആ സുപ്രീം കോടതി നിർദ്ദേശം ഇവർ വലിച്ചുകീറിക്കളഞ്ഞു, നരേന്ദ്രമോദി അമിത്ഷായും കൂടെ ചേർന്നിട്ട്. എന്തിനാണ് സുപ്രീം കോടതി നിർദ്ദേശം ഇവർ വലിച്ചുകീറിക്കളഞ്ഞത് എന്ന് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ സഹപ്രവർത്തകരും എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ അതോറിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴുദ്യോഗസ്ഥന്മാരായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവമാനകരമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടണം എന്ന് ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഉത്തരേന്ത്യയിൽ തുടങ്ങി ഇപ്പോൾ കേരളത്തിൽ നിന്ന് BJP ജയിച്ച ഒരു മണ്ഡലമായ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന തിരിമറികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിയമകാര്യമന്ത്രിയും ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം. കഴിഞ്ഞ ദിവസം ഈ മാസം 7-ാം തീയതി ചേർന്ന ഇന്ത്യ ബ്ലോക്ക് പാർട്ടികളുടെ യോഗത്തിൽ ഇത് വളരെ ശക്തമായി ഒരു ജനകീയ സമരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബീഹാറിൽ പ്രതിപക്ഷ നേതാവും മറ്റ് ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടി നേതാക്കന്മാരും പങ്കെടുക്കുന്ന വലിയ പ്രചാരണ ക്യാമ്പയിൻ നടക്കാൻ പോവുകയാണ്. ഞങ്ങൾ ചിലർക്ക് ഇതിന്റെ എല്ലാ ഘട്ടത്തിലും എത്താൻ കഴിയുന്നില്ല. പക്ഷെ ഞങ്ങളെല്ലാം സെപ്റ്റംബർ 1-ാം തീയതി ബീഹാറിലെത്താൻ പോവുകയാണ്, ഇന്ത്യ ബ്ലോക്കിന്റെ എല്ലാ നേതാക്കന്മാരും. ഇന്നലെ ഒരു ചടങ്ങിൽ വെച്ച് ഞാൻ ശ്രീ MK സ്റ്റാലിനെ കണ്ടിരുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രി, DMKയുടെ നേതാവ്. ഇവിടെ നടന്ന ഇന്ത്യ ബ്ലോക്കിന്റെ യോഗത്തിൽ അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, മറ്റുള്ളവരാണ് പങ്കെടുത്തത്. ഇന്നലെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഈ സെപ്റ്റംബർ 1-ാം തീയതി അദ്ദേഹത്തിന് മറ്റു പരിപാടികൾ ഒഴിവാക്കി ബീഹാറിലെത്താൻ കഴിയുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസിന്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ
തലമുതിർന്ന നേതാവാണ്. എല്ലാവരും ബീഹാറിലേക്ക് പോകാൻ പോവാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും ഈ വോട്ട് തിരിമറി, തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിന്റെ തിരിമറി അത് തുറന്നു കാണിച്ചുകൊണ്ടുള്ള സമരം ഒറ്റയ്ക്കും കൂട്ടായും ദേശീയ ഇന്ത്യ ബ്ലോക്ക് പാർട്ടികളുടെ ആഭിമുഖ്യത്തിൽ നടക്കാൻ പോവുകയാണ്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ BJPയുടെ വിജയം ഇത്തരത്തിൽ തിരിമറിയിലൂടെ സംഘടിപ്പിച്ചെടുത്തതാണെന്ന് വെളിപ്പെടുന്നതിന് പുറമെ ഇന്ത്യയിൽ ഒട്ടേറെ മണ്ഡലങ്ങളിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വേളയിൽ ഈ തിരിമറി വളരെ സൂക്ഷ്മമായി, വളരെ ആസൂത്രിതമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇതിന്ന് വെളിപ്പെടുന്നത്. മറ്റൊന്നുകൂടിയുണ്ട്, മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഒരു 2 വാചകത്തിൽ ആവർത്തിക്കാം. ഈ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ ഒരു പേര് ചേരണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു 6 മാസമെങ്കിലും ഉണ്ടായിരുന്നു ആ ബൂത്ത് അതിർത്തിയിൽ എന്ന് തെളിഞ്ഞാലാണ് സാധാരണ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക. ഇവിടെ കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനെ അടക്കം വിളിച്ചുകൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു 2 ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവ് കിട്ടിയാൽ ആരെയും വോട്ടർ പട്ടികയിൽ ചേർക്കാം. ഈ തൃശൂർ ചെയ്തതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പൊടുന്നനെ ആളെ ചേർത്തിട്ട് തീരുമാനം നടത്താൻ വേണ്ടിയിട്ടാണ്. ഈ പ്രധാനമന്ത്രി രാജിവെക്കണോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യ ബ്ലോക്ക് ആലോചിച്ച് പറയേണ്ട ഒരു കാര്യമാണ്, ഞാൻ മാത്രമായിട്ട് പറയേണ്ടതല്ല. ഈ ഉന്നയിക്കപ്പെട്ട തരത്തിലുള്ള കൃത്രിമങ്ങളെല്ലാം നടന്നു എന്നാണല്ലോ ഇതുവരെ വ്യക്തമാവുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയല്ല, വളരെ നേരായ മാർഗത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതുവരെ തെളിയിച്ചിട്ടില്ലല്ലോ. അപ്പൊ ധാർമ്മിക ബോധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അധികാരം തുടരാൻ അർഹതയില്ല എന്നുള്ളതാണ്. കേസെടുക്കുന്ന കാര്യം അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് നിയമപരമായ ഉപദേശമെല്ലാം കിട്ടി അവർ തീരുമാനിക്കേണ്ട കാര്യം. RSS അവരുടെ കള്ളത്തരമൊക്കെ വളരെ കൈയൊതുക്കത്തോടുകൂടി ചെയ്യാൻ പ്രാപ്തരാണ് എന്ന് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. മറ്റു കാര്യങ്ങൾ കേരളത്തിലെ മറ്റ് വിശദാംശങ്ങൾ അവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം അഖിലേന്ത്യാ പാർട്ടിയാണല്ലോ ഉന്നയിക്കേണ്ടത്. അഖിലേന്ത്യാ പാർട്ടി ഉന്നയിച്ചു കഴിയുമ്പോൾ അത് പിന്നെ അവിടെ ആവർത്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് കേരള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് പ്രത്യേകമായിട്ടൊരു നിലപാടില്ല.